11 റക്അത്തിനേക്കാൾ കൂടുതൽ നിർവഹിച്ചാൽ അയാൾ ഒരു തെറ്റ് ചെയ്യുന്നു, അതല്ലെങ്കിൽ ഒരു ബിദ്അത്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ പാടില്ലാത്തൊരു കാര്യമാണ് ചെയ്യുന്നത് എന്ന് ധാരാളം ആളുകൾ ധരിച്ചിട്ടുണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ, പ്രാമാണികരായ പർവ്വത സമാനരായ കിബാറുകളിൽപ്പെട്ട ഫുഖഹാക്കൾ, മുഹദ്ദിസീങ്ങൾ, ഹുഫാളുകൾ, വലിയ വലിയ ഹാഫിളീങ്ങൾ, അവരൊക്കെ പറഞ്ഞതിനും പഠിപ്പിച്ചതിനും എതിരാണ് ഈ ഒരു വാദം. കാരണം ധാരാളക്കണക്കിന് തെളിവുകളിലൂടെ അവർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ള കാര്യമാണ്. 11 റക്അത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത്. 13 റക്അത്തും ചിലപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ നിർവഹിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ കൂടുന്നതിൽ യാതൊരു വിരോധവുമില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് അനുവാദം നൽകിയിട്ടുണ്ട്. സ്വഹാബികളുടെ മാതൃകയും അതിനുണ്ട്. ഇതാണ് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ള കാര്യം. ആ തെളിവുകളിൽ ഏതാനും ചിലത് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടുത്തി തരാം. ഒന്ന്, ഇമാം അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസാണ്. അംർ ഇബ്നു അബസ അസ്സുലമി എന്ന് പറയുന്ന സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂലിനോട്, യാ റസൂലല്ലാഹ് അയ്യുൽ ലൈലി അസ്മ, രാത്രിയിൽ ഏറ്റവും അധികം ദുആക്ക് ഉത്തരം കിട്ടുന്ന, അല്ലെങ്കിൽ നമസ്കാരം സ്വീകരിക്കപ്പെടുന്ന വഖ്ത് ഏതാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ജൗഫുൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ അവസാന യാമമാണത്. ഫസല്ലി മാ ശിഅത, ശ്രദ്ധിക്കുക ഈ വാക്ക്, എല്ലാവരും ശ്രദ്ധിക്കുക ഈ വാക്ക്. ഫസല്ലി മാ ശിഅത, നിനക്കിഷ്ടമുള്ളത്ര നീ നമസ്കരിച്ചോ. ഫഇന്ന സ്വലാത്ത മശ്ഹൂദത്തുൻ മക്തൂബ ഹത്താ തുസല്ലി സുബ്ഹ, സുബ്ഹി ആകുന്നത് വരെ നിനക്ക് ഇഷ്ടമുള്ളത്ര നമസ്കരിച്ചോ. അപ്പോൾ ഇത്ര എണ്ണത്തിൽ അവസാനിപ്പിച്ചോ എന്നല്ല പറഞ്ഞത്. ഫസല്ലി മാ ശിഅത, നിനക്ക് ഇഷ്ടമുള്ളത്ര. മറ്റൊരു റിവായത്തിൽ, ഇമാം നസായിയുടെ റിവായത്തിലുള്ളത് ഫസല്ലി മാ ബദാലക്, നിനക്ക് എത്രയാണോ തോന്നുന്നത് അത്രയും നീ നമസ്കരിച്ചോ എന്നാണ്. അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് കൊണ്ടുള്ള അനുവാദമാണ്. രാത്രി നമസ്കാരം എത്രയും ആവാം. അതേപോലെ തന്നെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, ഞാൻ രാത്രി നമസ്കാരം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്? അപ്പോൾ ആ വ്യക്തിക്ക് രാത്രി നമസ്കാരം എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ് എന്ന് അറിയാത്ത വ്യക്തിയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത് സ്വലാത്തുൽ ലൈലി മസ്ന മസ്ന, രാത്രി നമസ്കാരം ഈരണ്ടായിട്ട് നിർവഹിക്കണം. 2 റക്അത്ത് പിന്നെ 2 റക്അത്ത്, അങ്ങനെ. ഫഇദാ അറദ്ത അൻ തൻസരിഫ, അങ്ങനെയാ പറഞ്ഞത്. അങ്ങനെ നീ ഇനി മതി എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫർക റക്അത്തൻ, 1 റക്അത്ത് നമസ്കരിക്കുക. തൂത്തിറു ലക മാ സല്ലി, നീ എത്രയാണോ നിർവഹിച്ചത് ഈ 1 റക്അത്ത് അതിനെ വിത്റാക്കും. അപ്പോൾ ഇവിടെ 11 കഴിഞ്ഞാൽ നീ നിർത്തിക്കോ എന്നല്ല പറഞ്ഞത്, മറിച്ച് ഫഇദാ അറദ്ത അൻ തൻസരിഫ, നീ പിരിയാൻ ഉദ്ദേശിച്ചാൽ ഇനി മതി എന്ന് നീ ഉദ്ദേശിക്കുമ്പോൾ 1 റക്അത്ത് കൊണ്ട് വിത്റാക്കുക. നമുക്കറിയാം വിത്ര നമസ്കാരത്തിന്റെ ആ വിശദമായ ചർച്ചയിൽ നമ്മൾ രാത്രി നമസ്കാരം വിത്ര കൊണ്ട് അവസാനിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നീ എത്രയാണോ നേരത്തെ നിർവഹിച്ചത് അത് ഇതിനെ ഒറ്റയാക്കും. അതല്ലാതെ 8 ആയാൽ അല്ലെങ്കിൽ 10 ആയാൽ ഒറ്റയാക്കണമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടില്ല. മാത്രമല്ല രാത്രി നമസ്കാരത്തെ സംബന്ധിച്ച് അറിയാത്തൊരു വ്യക്തി അത് ചോദിക്കുമ്പോൾ ഈ എണ്ണത്തിന് പ്രാധാന്യം ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ അത് അപ്പോൾ തന്നെ വിശദീകരിക്കുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂൽ അത് പറഞ്ഞിട്ടില്ല. പിന്നെ നേരത്തെ പറഞ്ഞ റിവായത്തിലുള്ളത് ഫസ്വല്ലി മാ ശിഅത, നിനക്ക് ഇഷ്ടമുള്ളത്ര നമസ്കരിച്ചോ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല ഉലമാക്കളെല്ലാം ഏകോപിച്ച് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില രാത്രികളിൽ 13 റക്അത്ത് നിർവഹിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ റസൂൽ 13 റക്അത്ത് നിർവഹിച്ചു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സുബൈക്ക് മുമ്പുള്ള 2 റക്അത്ത് ഈ 11ന്റെ കൂടെ കൂട്ടിയിട്ട് 13 ആയിട്ട് എണ്ണിയിട്ടുണ്ട്. ചിലപ്പോൾ ഇശാഇന് ശേഷമുള്ള സുന്നത്തിനെ ഇതിലേക്ക് കൂട്ടിയിട്ടുണ്ട്. വേറെ ചിലപ്പോൾ രാത്രി നമസ്കാരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം തുടങ്ങുന്നത് 2 റക്അത്ത് ലഘുവായിട്ടാണ്, പിന്നെയാണ് സുദീർഘമായി തുടങ്ങാറുള്ളത്. അപ്പോൾ ലഘുവായിട്ടുള്ള ആ 2 റക്അത്ത് കൂടി കൂട്ടിയിട്ട് 13 റക്അത്ത് നമസ്കരിച്ചു എന്ന് നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. സ്വഹീഹായ ഹദീസാണ്. ഇമാം അബൂദാവൂദ് റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്നു, ആയിഷ റളിയല്ലാഹു അൻഹയോട് അബ്ദുല്ലാഹ് ഇബ്നു അബീ ഖൈസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ബികം കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൂത്തിർ, അല്ലാഹുവിന്റെ റസൂൽ എത്ര റക്അത്ത് കൊണ്ടായിരുന്നു വിത്റാക്കിയിരുന്നത് എന്ന് പറഞ്ഞാൽ രാത്രി നമസ്കാരം എത്ര റക്അത്താണ്? അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന യൂത്തിറു ബി 4 വ 3, 4 3 7 അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ട്. വസിത്തിൻ വ 3, അതേപോലെ തന്നെ 6 3 9, വസമാനിൻ വ 3 8 3 11, വസലാസിൻ വ 10 3 10, വസമാനിൻ വ 3 വ 10 വ 3 വ 10
വസലാസ്, 10ഉം 3ഉം 13. ഐഷ റളിയല്ലാഹു അൻഹ പറയുന്നു, എന്നാൽ 1 റക്അത്തോ 3 റക്അത്തോ ഒരാൾ വിത്ർ നമസ്കരിച്ചാൽ റസൂൽ ഒരിക്കലും 7 കുറച്ചിട്ടില്ല എന്ന ഹദീസ് വെച്ചിട്ട് അത് തെറ്റാന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ റസൂലിന്റെ അനുവാദമുണ്ട്, നിങ്ങൾ 1 റക്അത്തെങ്കിലും നിർവഹിച്ചോളൂ. പക്ഷെ 7 കുറച്ച് റസൂൽ ഒരിക്കലും ചെയ്തിട്ടില്ല. പക്ഷെ നമുക്ക് ചെയ്തൂടെ? ചെയ്യാം. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ റസൂലിന്റെ അനുവാദമുണ്ട് എന്നതുപോലെയാണ് അള്ളാഹുവിന്റെ റസൂൽ 11 കൂടിയിട്ടില്ല. ഈ ഹദീസിലുള്ളത് 13 കൂട്ടിയിട്ടില്ല. അപ്പോൾ 11 അല്ലെങ്കിൽ 13. അതോടുകൂടി തന്നെ 13 എന്ന് വന്നതോടുകൂടി തന്നെ 11 കൂട്ടിയിട്ടില്ല എന്നുള്ള ഹദീസിനെ പിന്നെ എങ്ങനെ മനസ്സിലാക്കണം? അത് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അധിക സന്ദർഭത്തിലും അള്ളാഹുവിന്റെ റസൂൽ 11 തന്നെയാണ് നിർവഹിച്ചിട്ടുള്ളത്. എന്നാൽ അപൂർവം ചില ഘട്ടത്തിൽ 13 നിർവഹിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? ആ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതിന് വിരോധമില്ല എന്ന് സ്വഹാബത്തിന് കാണിച്ചു കൊടുക്കണം. അപ്പോൾ റസൂൽ കാണിച്ചു തന്നു, അതോടൊപ്പം ഇഷ്ടമുള്ളത്ര നമസ്കരിച്ചോ എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഈ തെളിവുകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ റസൂല് 11 കൂടുതൽ കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് കൂടുന്നതിന് വിരോധമില്ല എന്നാണ് ഉലമാക്കൾ മനസ്സിലാക്കി തന്നിട്ടുള്ളത്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ സെയ്ദ് ഇബ്നു ഖാലിദ് അൽ ജുഹനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. അവിടെ അദ്ദേഹം അള്ളാഹുവിന്റെ റസൂലിന്റെ നിസ്കാരം നമുക്ക്, ഞാൻ റസൂൽ എങ്ങനെയാണ് നിസ്കരിച്ചത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ്? ഫസല്ല റക്അത്തൈനി ഖഫീഫത്തൈൻ, ആദ്യം ലഘുവായ 2 റക്അത്ത് നിസ്കരിച്ചു, അപ്പോ 2. പിന്നെ സുമ്മ സല്ല റക്അത്തൈനി തവീലത്തൈനി തവീലത്തൈനി തവീലത്തൈൻ, വളരെ ദീർഘമായ 2 റക്അത്ത്, 4. പിന്നെ സുമ്മ സല്ല റക്അത്തൈനി വഹുമാ ദൂനല്ലത്തൈനി ഖബ്ലഹുമാ, പിന്നെ ആദ്യമുള്ളതിനേക്കാൾ ഒരല്പം ചെറുതായ 2 റക്അത്ത് കൂടി, 6. വീണ്ടും പറയുകയാണ് സുമ്മ സല്ല റക്അത്തൈൻ, വീണ്ടും 2 റക്അത്ത് നമസ്കരിച്ചു. വീണ്ടും പറയുകയാണ് സുമ്മ സല്ല റക്അത്തൈൻ, വീണ്ടും 2 റക്അത്ത് നമസ്കരിച്ചു. അപ്പൊ എത്രയായി? 10ആയി. വീണ്ടും പറയുകയാണ് സുമ്മ സല്ല റക്അത്തൈൻ, വീണ്ടും 2 റക്അത്ത് നമസ്കരിച്ചു. എത്രയായി? 12. പിന്നെ സുമ്മ ഔത്തറ, പിന്നെ വിത്തറാക്കി. ഫദാലിക 13 റക്അ, 13 റക്അത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചു. അപ്പൊ 11 കൂടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ 13 ഇടക്ക് പ്രവാചകൻ 13 നിർവഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റക്അത്തിന്റെ എണ്ണത്തിൽ അങ്ങോട്ടുമാവാം ഇങ്ങോട്ടുമാവാം, ഏതെങ്കിലും ഒന്നേ പാടുള്ളൂ, അതിൽ കൂട്ടാനോ കുറയ്ക്കാനോ പാടില്ല എന്ന വാദം യഥാർത്ഥത്തിൽ തെറ്റാണ് എന്നാണ് ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഫുഖഹാക്കളും മുഹദ്ദിസീങ്ങളും ഹുഫാളുകളും എല്ലാം വിശദീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ 20 നമസ്കരിച്ചില്ലേ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. തീർച്ചയായും നമസ്കരിച്ചിട്ടുണ്ട്, അത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതേസമയത്ത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ 11 നിർവഹിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുവത്തയിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അമർ ഉമർ ഇബ്നുൽ ഖത്താബ് ഉബയ്യ ഇബ്നു കഅബ് വ തമീം അദ്ദാരി അൻ യഖൂമ ലിന്നാസി ബി 11 റക്അ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങൾ ഒരു ഇമാമിന്റെ കീഴിലാക്കി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവരോട് എത്ര റക്അത്ത് നിസ്കരിക്കാനാണ് കൽപ്പിച്ചത്? ബി 11 റക്അ, 11 റക്അത്ത് നിർവഹിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ 11 റക്അത്താണ് അവർ തുടക്കത്തിൽ നിർവഹിച്ചിട്ടുള്ളത്. ഇത് സായിബ് ഇബ്നു യസീദ് എന്ന് പറയുന്ന താബിയിൽ നിന്നുള്ള റിവായത്താണ്. അതേ സ്വഹാബി തന്നെ, അതേ താബിഇ തന്നെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുവത്തയിലും, അതേപോലെ തന്നെ മുസന്നഫു അബ്ദുർ റസാഖിലും, അതേപോലെ തന്നെ മറ്റു ഹദീസ് സമാഹാര ഗ്രന്ഥങ്ങളിലും നമുക്ക് സഹീഹായ സനദോടുകൂടി കാണാൻ സാധിക്കും. അദ്ദേഹം പറയുകയാണ്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജമഅ الناس في رمضان على أبي بن كعب وعلى تميم الداري على 21 റക്അ, 21 റക്അത്ത്. വേറെ ചില റിവായത്തിലുള്ളത് 23, അതായത് വിത്ർ നമുക്കറിയാം 1 3 ഒക്കെ നിർവഹിക്കാം. ഈ സനദുകൾ സ്ഥിരപ്പെട്ടതാണ്. മാത്രമല്ല അക്കാലഘട്ടത്തിലെ ഫുഖഹാക്കൾ മുഹദ്ദിസീങ്ങൾ എല്ലാവരും അതിന് സാക്ഷ്യം വഹിക്കുന്നു. അതുകൊണ്ടാണ് ഉലമാക്കൾ ഏകോപിച്ച് പറഞ്ഞിട്ടുള്ളത്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഇത് രണ്ടും സ്ഥിരപ്പെട്ടിട്ടുണ്ട്, 11 സ്ഥിരപ്പെട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ 20 സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതിൽ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഹുഫാളുകളായ വലിയ ഹാഫിളീങ്ങളായ മുഹദ്ദിസീങ്ങളായ നുഖാദുകളായ പ്രാമാണികരായ പണ്ഡിതന്മാർ അത് സ്ഥിരപ്പെട്ടു എന്ന് പറഞ്ഞവരാണ്. അതിൽ നിന്ന് എന്തു മനസ്സിലാക്കാം? ഇതിലെ 21 എന്ന വാക്ക് തെറ്റാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും ദീനിൽ ഒരു കാര്യം കൂട്ടിച്ചേർക്കാൻ കഴിയില്ല എന്നിരിക്കെ സ്വഹാബികൾ പിൽക്കാലത്ത് കൂട്ടിച്ചേർത്തു എന്ന് പറയുന്നത് എത്രമാത്രം വൈരുദ്ധ്യമാണ്. നബി 11 റക്അത്ത് നിസ്കരിച്ചു എന്ന ഹദീസിനെ നിഷേധിക്കാനാണ് ഇവരുടെ ശ്രമം എന്ന് ഇവർ മനസ്സിലാക്കുന്നു. എന്നാൽ 23 തന്നെ പാടുള്ളൂ, അല്ലെങ്കിൽ 11 തന്നെയേ പാടുള്ളൂ എന്ന് പറയുമ്പോൾ
അത് ഫുഖഹാക്കളും മുഹദ്ദിസീങ്ങളും ഇസ്ലാമിക ലോകവും മനസ്സിലാക്കിയതിനും പ്രമാണങ്ങൾക്കും വിരുദ്ധമായ ഒരു കാര്യമായി തീരുമെന്നാണ് നമുക്ക് അപ്പോൾ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നാം പറഞ്ഞു 11, 20, അതേപോലെ തന്നെ വേറെ ചില കാലഘട്ടത്തിൽ 33, 36, 40, അതിനേക്കാൾ കൂടുതലും റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ രൂപങ്ങളെല്ലാം കാണാൻ സാധിക്കും. എന്താണ് അതിലെ തത്വം? അതിലെ തത്വം ഇത്രയേ ഉള്ളൂ, ഇത്ര റക്അത്ത് എന്ന് നിബന്ധനയില്ല. ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു വാചകം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. അദ്ദേഹം പറയുകയാണ്, വൽ ജംഉ ബൈന ഹാദിഹി റിവായാത്തി മുംകിനുൻ ബിഖ്തിലാഫിൽ അഹ്വാൽ. സാഹചര്യമനുസരിച്ച് മാറിയതാണ്, അതുകൊണ്ട് തന്നെ ഈ റിവായത്തിൽ നമുക്ക് ജമ്മ് ചെയ്യാൻ പറ്റും, ഒരുമിപ്പിക്കാൻ പറ്റും. വയുഹ്തമലു അന്ന ദാലിക അൽ ഇഖ്തിലാഫ് ബിഹസബി തത്വീലിൽ ഖിറാഅത്തി വതഖ്ഫീഫിഹാ ഫഹൈസു യുതീലുൽ ഖിറാഅ തഖില്ലു റക്അഅത്ത് വബിൽ അക്സ്. അദ്ദേഹം പറയുകയാണ്, ഖിറാഅത്ത് വർദ്ധിപ്പിക്കുമ്പോൾ ഒരു റക്അത്തിൽ ഒരുപാട് നേരം ഓതുകയാണെങ്കിൽ റക്അത്തിന്റെ എണ്ണം കുറയും. എന്നാൽ റക്അത്തിന്റെ എണ്ണം കൂടുകയാണെങ്കിൽ, അഥവാ കുറച്ച് ഖുർആൻ ഓതുമ്പോൾ റക്അത്തിന്റെ എണ്ണം കൂടും. ഇതാണ് തത്വം, അത്രേ ഉള്ളൂ. ഒരാൾക്ക് സുദീർഘമായി അള്ളാഹുവിന്റെ റസൂൽ നമസ്കരിച്ചതുപോലെ സുദീർഘമായി നിർവഹിക്കാൻ പറ്റുകയാണെങ്കിൽ 11 തന്നെയാണ് അഫ്ളൽ, അല്ലെങ്കിൽ 13 അഫ്ളൽ. എന്നാൽ അത്രയും സുദീർഘമായി നിൽക്കാൻ കഴിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഖിറാഅത്തിന്റെ ദൈർഘ്യം കുറച്ചിട്ട് റക്അത്തിന്റെ എണ്ണം കൂട്ടുക. അതാണ് തുടക്ക കാലഘട്ടത്തിൽ 11 ആയിരുന്നു. പിന്നീട് ആളുകൾക്ക് ബുദ്ധിമുട്ടായപ്പോൾ അതിനെ മറ്റു എണ്ണങ്ങളിലേക്ക് കൂട്ടി. ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി സുനനുൽ കുബ്രയിലും ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹാഫിദ് ഇബ്നു അബ്ദുൽ ബർ അദ്ദേഹത്തിന്റെ ഇസ്തിദ്കാറിൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. വഖദ് അജ്മഅൽ ഉലമാഉ അലാ അൻ ലാ ഹദ്ദ വലാ ശൈഅ മുഖദ്ദറൻ ഫീ സ്വലാത്തിൽ ലൈൽ. നോക്കൂ, അജ്മഅൽ ഉലമാ, ഉലമാക്കൾ ഏകോപിച്ചിരിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. ഉലമാക്കളുടെ ഇജ്മാ ഉണ്ട്. എന്തിനാണ് ഇജ്മാ? അൻ ലാ ഹദ്ദ വലാ ശൈഅ മുഖദ്ദറൻ ഫീ സ്വലാത്തിൽ ലൈൽ. രാത്രി നമസ്കാരത്തിൽ ഒരു നിശ്ചിത എണ്ണം എന്നത് സ്ഥിരപ്പെട്ടിട്ടില്ല. വ അന്നഹ നാഫില, അതൊരു ഐച്ഛികമായ നിസ്കാരമാണ്. ഫമൻ ശാഅ അത്വാല ഫീഹിൽ ഖിയാം വഖല്ലത റക്അഅതു വമൻ ശാഅ അക്സറ റുകൂഅ വസ്സുജൂദ്. ചില ആളുകൾക്ക് എന്ത് ചെയ്യാം? ഖിറാഅത്ത് കൂട്ടിയിട്ട് റക്അത്തിന്റെ എണ്ണം കുറയ്ക്കാം. എന്നാൽ റക്അത്തിന്റെ എണ്ണം കൂട്ടിയിട്ട് ഖിറാഅത്ത് കുറയ്ക്കുകയും ചെയ്യാം. ഒരു വിരോധവുമില്ല. ഖാദി ഇയാദ് അദ്ദേഹത്തിന്റെ ഇക്മാലുൽ മുഅല്ലിം സഹീഹ് മുസ്ലിമിന്റെ ഷർഹാണ്. അദ്ദേഹം പറയുന്നത്, വലാ ഖിലാഫ അന്നഹു ലൈസ ഫീ ദാലിക ഹദ്ദുൻ. വലാ ഖിലാഫ്, ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. ശ്രദ്ധിക്കുക, വലാ ഖിലാഫ്, ഒരു അഭിപ്രായ വ്യത്യാസം ഉലമാക്കൾക്കിടയിലില്ല. ഏത് വിഷയത്തിൽ? അന്നഹു ലൈസ ഫീ ദാലിക ഹദ്ദുൻ ലാ യുസാദു അലൈഹി വലാ യുൻഖസു മിൻഹു. കുറയ്ക്കാനോ കൂട്ടാനോ പാടില്ലാത്തൊരെണ്ണം അതിനുണ്ട് എന്ന് ആരും പറഞ്ഞിട്ടില്ല. മറിച്ച് അങ്ങനെ ഒന്നില്ല എന്നതിൽ എല്ലാവരും അഭിപ്രായ ഐക്യത്തിലാണ്. അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമല്ല. അതുകൊണ്ട് തന്നെ കൂട്ടുക, കുറയ്ക്കുക, അതൊക്കെ ഒരു രാജ്യത്തിലെ ഗവൺമെന്റിന്, ഭരണാധികാരികൾക്ക്, ഇനി നമ്മുടെ നാടുകളിലാണെങ്കിൽ മഹല്ല് കമ്മിറ്റികൾക്ക് എത്ര റക്അത്താണ് എന്ന് തീരുമാനിക്കാം. ഓരോ സാഹചര്യം അനുസരിച്ച് തീരുമാനിക്കാം. അതിൽ ഏതെങ്കിലും ഒന്നിൽ കടുംപിടുത്തം നടത്തേണ്ടുന്ന ആവശ്യമില്ല എന്നർത്ഥം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫതാവൽ കുബറയിൽ ഉദ്ധരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നു, വത്തറാവീഹു ഇൻ സ്വല്ലാഹാ കമദ്ഹബി അബി ഹനീഫ വശാഫിഈ വഅഹ്മദ് 20 റക്അഅ ഔ കമദ്ഹബി മാലികിൻ 36 ഔ 13. അദ്ദേഹം പറയുകയാണ്, ഇമാം അബൂ ഹനീഫയുടെ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഇവരൊക്കെ പറഞ്ഞതുപോലെ 20 റക്അത്ത് നമസ്കരിച്ചാലും, ഇനി ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ 36 റക്അത്ത്, അതല്ലെങ്കിൽ 33 റക്അത്ത്, അതല്ലെങ്കിൽ ഔ 11 11 റക്അത്ത്, അതല്ലെങ്കിൽ 13 ആണെങ്കിലും ഒന്നും എന്തില്ല, ഒരു കുഴപ്പമില്ല. ഫഖദ് അഹ്സന, എല്ലാം നല്ലത് തന്നെയാണ്. കമാ നസ്സ അലൈഹി ഇമാം അഹ്മദ്, ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അത് പറഞ്ഞിട്ടുണ്ട്. ലിഅദമി തൗഖീഫി ഫയകൂനു തക്ഫീറു റക്അഅതി വതഖ്ലീലുഹാ ബിഹസബി തൂലിൽ ഖിയാമി വഖസരിഹി. റക്അത്തിന്റെ എണ്ണം കൂടുന്നതും കുറയുന്നതും ഖിറാഅത്തിന്റെ ദൈർഘ്യം അനുസരിച്ച് വ്യത്യാസപ്പെടും. അപ്പോൾ ഇതിൽ ഏത് സ്വീകരിച്ചാലും കുഴപ്പമില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു വാചകം കൂടി ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുകയാണ്, വമൻ ളന്ന അന്ന ഖിയാമ റമദാന ഫീഹി അദദുൻ മുവഖ്ഖത്തുൻ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുസാദു ഫീഹി വലാ യുൻഖസ് മിൻഹു ഫഖദ് അഖ്തഅ. അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് രാത്രി നമസ്കാരത്തിന് ഒരു നിർണിത എണ്ണമുണ്ട്, അതിൽ കൂട്ടാനും കുറയ്ക്കാനും. ഇശാ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? മാ കാന യസീദു ഫീ റമദാന വലാ ഫീ ഗൈരിഹി. റമളാൻ മാസമാകട്ടെ അല്ലാത്ത സമയമാകട്ടെ, അപ്പൊ രണ്ടും സവ ആണ്, ഒന്നാണ് എന്നർത്ഥം. റമളാൻ മാസത്തിലാകട്ടെ അല്ലാത്ത സമയത്താകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരം എങ്ങനെയായിരുന്നു?
ആ പ്രവാചകൻ ഒരിക്കലും വർദ്ധിപ്പിച്ചിട്ടില്ല. അല 11 റക്അത്തൻ, 11 റക്അത്തിൽ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചിട്ടില്ല. യുസ്സലാസ, ആദ്യം 4 റക്അത്ത് നമസ്കരിക്കും. ഒരുപക്ഷെ അത് 4 ഒരുമിച്ചാകാം, അല്ലെങ്കിൽ 2 റക്അത്ത് നിർവഹിച്ചതിന് ശേഷം അധികം വിശ്രമിക്കാതെ വീണ്ടും 2 റക്അത്ത് നമസ്കരിച്ചു. 4-ന് ശേഷം അള്ളാഹുവിന്റെ റസൂൽ അല്പം വിശ്രമിച്ചു, വീണ്ടും അതേപോലെ 4 റക്അത്ത് നമസ്കരിച്ചു, പിന്നെ 3 റക്അത്ത് കൊണ്ട് വിത്ർ നമസ്കരിച്ചു. ഇങ്ങനെയായിരുന്നു 8, 3, 11. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റമളാനിലും അല്ലാത്തപ്പോഴുമുള്ള നമസ്കാരം.